അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മീൻപിടുത്തമാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ വട്ടപ്പാറയിലായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു 11 മണിയായപ്പോൾ തന്നെ നല്ല തകർത്ത മഴയായിരുന്നു. മഴ പെയ്തുകൊണ്ട് നമുക്ക് പുറത്തുള്ള 4-5 ഡ്രെയിനേജിൻ്റെയും വേസ്റ്റ് വെള്ളത്തിൻ്റെയൊക്കെ തറപ്പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഒരു 1-1:30 മണി വരെ തന്നെ തകർത്ത മഴയായിരുന്നു. പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മളെ അനീഷ് ഉണ്ടല്ലോ, അനീഷിൻ്റെ വീട് ഇവിടെ പുഞ്ചക്കരിയാണ്. അപ്പോൾ അനീഷ് പറഞ്ഞ് നമുക്ക് എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ ഇത് നമ്മളിപ്പോൾ ഇര എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അനീഷിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വസ്തു എന്നാണ് നമ്മൾ ഇര എടുക്കുന്നത്. ഇപ്പോൾ മണ്ണിരയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണിരയൊക്കെ എടുത്ത് ഇപ്പോൾ അമലുണ്ട്, അനീഷുണ്ട്, പിന്നെ ഇപ്പോൾ സുജിത്ത് ഇപ്പോൾ വരും, അതുപോലെ അനന്തു എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ പുഞ്ചക്കരിയിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ അനീഷൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ കുറേ നമുക്ക് മണ്ണിരയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മണ്ണിരയെല്ലാം പറക്കി എടുത്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത് പോയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്ക് വാങ്ങിക്കാനാണ്. സ്റ്റിക്ക് വാങ്ങിച്ച് അതുപോലെ തന്നെ ഒരു മറ്റേ വീശ് വല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മീൻ അരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു വല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊതുക് വലയാണ് നോക്കിയത്, കൊതുക് വല ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വേറൊരു നെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കടയിൽ തന്നെ ഇഷ്ടംപോലെ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം ഒരു 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഏകദേശം ഒരു 8 അടി നീളത്തോടെ നല്ല നീണ്ടു പോകുന്നുണ്ട് ഈ സ്റ്റിക്ക്. അപ്പോൾ ചൂണ്ടയിടാൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ചൂണ്ടയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇറങ്ങി അരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതിനനുസരിച്ചുള്ള നമ്മൾ വലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചൂണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കങ്കൂസും അതുപോലെ ചൂണ്ടയെല്ലാം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പം നമ്മൾ അനീഷാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഈ കാണുന്നതിന് നമ്മൾ പുഞ്ചക്കരി വയലിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് ചെറിയ തോടെന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്, പമ്പോസിൻ്റെ. ഇപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ ഈ പാടങ്ങളിലെല്ലാം ധാരാളം നല്ല മീനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നടക്കുമ്പോൾ തന്നെ വെള്ളമെല്ലാം നല്ല അടിയുണ്ടായിരുന്നു മീനിൻ്റെ. അങ്ങനെ നമ്മൾ നേരെ വിളിച്ചുകൊണ്ട് അനീഷ് കൊണ്ട് പോവുകയാണ്. നമ്മൾ പുഞ്ചക്കരി പാടത്ത് കൂടെ ഇങ്ങനെ പോകുന്ന സൈഡിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ മഴ സമയം തന്നെ നല്ല വെള്ളമുണ്ട്. പിന്നെ രാവിലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ പമ്പ് സെറ്റ് ഓണാക്കും. പമ്പ് സെറ്റ് ഓണാക്കുമ്പോൾ ഈ വെള്ളം എല്ലാം തിരിച്ച് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ പമ്പ് ഓണാക്കുന്ന സമയത്താണ് ഇവിടെ മീൻ പിടിക്കാൻ വരേണ്ടത്, സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് അനന്തൊക്കെ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു 2:30 മണിക്കൊക്കെയാണ് എത്തിയിട്ടുള്ളത്. 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചീരയെല്ലാം നിപ്പുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈതോന്നിയൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. ഇതാണ് ചെറിയ തോട്. ചൂണ്ടയെല്ലാം സെറ്റാക്കി അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഇടേണ്ട സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിരയൊക്കെ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതൊരു മുൻകരുതലില്ലാത്ത വരക്കമായിരുന്നു നമ്മൾ. പിന്നെ മഴ സൈറ്റിലൊക്കെ നല്ല മഴ ആയതുകൊണ്ടാണ് നേരെ ഇങ്ങനെ വന്നത്. അനീഷ് പറഞ്ഞ് നമുക്ക് മീൻ പിടിക്കാൻ പോവാം, പുഞ്ചക്കരിയിൽ നല്ല സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ പിന്നെ അമലക്കാണെങ്കിൽ വർക്കിംഗ് ഡ്രസ്സിലൊക്കെയാണ് നിൽക്കുന്നത്. പണി സൈറ്റിൽ ഇടുന്ന ഡ്രസ്സാണ് അമലൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഇരയൊക്കെ കുരുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂണ്ടയിലാണെങ്കിൽ വലിയ അടിയൊന്നും ഇല്ലായിരുന്നു. ചെറിയ പരൽ മീനൊക്കെ വന്നിട്ട് ചൂണ്ടയിൽ ഉള്ള ഇരേനെ തിന്നുകൊണ്ട് പോകുമായിരുന്നു. നമ്മളങ്ങനെ കുറേ അന്നദാനങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നു. മീനുകൾക്കെല്ലാം അന്ന് നമ്മൾ അന്നദാനം നടത്തിയായിരുന്നു. നമ്മളൊക്കെ ഞാനെന്നൊക്കെ വെച്ചാൽ ചെറുതിലെ ഒരു 6-ാം ക്ലാസ് 8-ാം ക്ലാസ്സൊക്കെ സമയത്തൊക്കെ ഇങ്ങനെ ചൂണ്ടയിടാനൊക്കെ പോയിട്ടുള്ളതാണ്. അതിനുശേഷം ഒന്നും ഇതേപോലെ പോയിട്ടേ ഇല്ല നമ്മൾ. പിന്നെ അമ്മലൊക്കെ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നതാണ്. അവന് നല്ല ഗണ്ണൊക്കെ ഉണ്ട്. പിന്നെ അനന്തും അനീഷൊക്കെ ഇവിടെ ഉള്ളതാണ് പുഞ്ചക്കരിയിൽ. അവന്മാർ ഇടയ്ക്കിടയ്ക്കൊക്കെ മീനൊക്കെ പിടിക്കാൻ വരുന്നതാണ്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ നിന്ന് നല്ല മീൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മളിതേപോലെ ഒരു കുരിക്കോലയൊക്കെ നമ്മൾ ഈ ചെറിയ തോട്ടിൻ്റെ 2 സൈഡിലൊക്കെ ഇട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അമലും അനന്തും ഒക്കെ ആണെങ്കിൽ ഇറങ്ങി അരിക്കാൻ തുടങ്ങിയായിരുന്നു. അരിച്ചപ്പോഴാണ് നമ്മൾ മാറിയത്. ആദ്യം തന്നെ എല്ലാം ഇവിടെ കൂടുതലുള്ള സിലോപ്പിയാണ് മീൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയൊരു മീൻപിടുത്തമൊക്കെയാണ്. നമുക്കതിനെ എങ്ങനെ നോക്കാം. ഇതേപോലെ നമ്മൾ കിട്ടിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ അനീഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അനീഷിൻ്റെ അമ്മയാണ് നമുക്ക് പാചകമൊക്കെ ചെയ്ത് തന്നത്. മീൻ നല്ല ഫ്രൈ ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതേപോലെ കപ്പയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതേപോലെ മീനൊക്കെ പിടിക്കുന്ന വീഡിയോ ആണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കാം.
lights flicker where the sinners play preacher. Graffiti scriptures on train cars, a steel messenger. Cobblestone pathways, souls caught in a shuffle. Every breath's a gamble, life's one long scuffle. Sirens kiss the night with their mournful cries.